ഹായ്! കേരള കെയർ ഗ്രിഡിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ യൂസർ ക്രിയേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നമ്മുടെ കെയർ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഏതാണോ നമ്മുടെ ഫെസിലിറ്റി ആ ഒരു ഫെസിലിറ്റി ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇനി കോർഡിനേറ്റേഴ്സ് ആണ് യൂസർ ക്രിയേഷന് വരുന്നതെങ്കിൽ അവരുടെ ലോഗിനിൽ ലിസ്റ്റ് ഓഫ് ഫെസിലിറ്റീസ് ആയിരിക്കും കാണിക്കുന്നത്. അതിൽ ഏത് ഫിസിയോതെറാപ്പിസ്റ്റിനെ എവിടെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫെസിലിറ്റി സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ഫെസിലിറ്റി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിലായിട്ട് ഒരു ട്രിപ്പിൾ ലൈൻ കാണാം. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ സെറ്റിങ്സ് സെലക്ട് ചെയ്യണം. സെറ്റിങ്സിൻ്റെ അകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പാലിയേറ്റീവ് കെയർ ഇവിടെ കാണാൻ പറ്റും. അതിൽ ഡീറ്റെയിൽസ് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി പാലിയേറ്റീവ് കെയറും സെക്കൻഡറി പാലിയേറ്റീവ് കെയറും കാണാം. സെക്കൻഡറി പാലിയേറ്റീവ് കെയറിലാണ് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ ആഡ് ചെയ്യുന്നത്. സോ സെക്കൻഡറി പാലിയേറ്റീവ് കെയറിൽ ഡീറ്റെയിൽസ് കൊടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ ടീം കാണാൻ പറ്റും. ഇവിടെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ നഴ്സിനെ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫിസിയോതെറാപ്പിസ്റ്റിനെയാണ്. അപ്പം നമ്മൾ പുതുതായിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയുള്ള ആഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ടീം സെലക്ട് ചെയ്ത് നമ്മളിവിടെ നമ്മുടെ ടീമിൻ്റെ പേര് കൊടുക്കണം. ഫിസിയോതെറാപ്പി കൊടുത്ത് ടൈപ്പ് ടീം ആക്കിയിട്ട് ക്രിയേറ്റ് ഓർഗനൈസേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി ടീം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് ഡീറ്റെയിൽസ് കൊടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ടീം എന്ന് പറയുന്ന സെക്ഷനാണ്. നമുക്ക് യൂസറിനെ ആഡ് ചെയ്യണം. അപ്പോൾ യൂസേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ആഡ് യൂസറും ലിങ്ക് യൂസറും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഈ ഫെസിലിറ്റിയിലോട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതാണെന്നുണ്ടെങ്കിൽ ലിങ്ക് യൂസർ കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലിങ്ക് യൂസർ കൊടുത്ത് സെർച്ച് ഫോർ എ യൂസർ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ യൂസർ ഐ ഡി വെച്ചിട്ട് ലിങ്ക് യൂസർ ടു ഫെസിലിറ്റി ചെയ്ത് ലിങ്ക് ടു ഓർഗനൈസേഷൻ കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് യൂസർ കൊടുക്കുക. അതായത് പുതിയതായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആഡ് യൂസർ എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം വരും. പുതിയ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. സഫിക്സിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ PT ആഡ് ചെയ്യുന്നുണ്ട്. യൂസർ നെയിം സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നു. മെയിൽ ഐ ഡി എപ്പോഴും നമ്മുടെ മെയിൽ ഐ ഡി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓർഗനൈസേഷൻ മെയിൽ ഐ ഡി കഴിവതും കൊടുക്കാതിരിക്കുക. കാരണം ഇതിലോട്ടായിരിക്കും നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ലിങ്കൊക്കെ പോകുന്നത്. അതായത് എപ്പോഴെങ്കിലും പാസ്വേഡ് മറന്നുപോയി നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ ഓർഗനൈസേഷൻ മെയിൽ ഐ ഡി കൊടുത്ത് നമ്മൾ എപ്പോഴെങ്കിലും ആ ഫെസിലിറ്റി മാറുകയാണെങ്കിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി കറക്റ്റ് പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ് തന്നെ കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് പാസ്വേഡ് സെറ്റപ്പ് മെത്തേഡാണ്. രണ്ട് രീതിക്ക് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഒന്ന് സെറ്റ് പാസ്വേഡ് നൗവും, രണ്ട് സെൻഡ് ഇമെയിൽ ഇൻവിറ്റേഷനും. സെറ്റ് പാസ്വേഡ് നൗ നമുക്കറിയാം, നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെൻഡ് ഇമെയിൽ ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മെയിലിലോട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ലിങ്ക് പോകും. ആ ലിങ്ക് ത്രൂ കയറി നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ഗ്രിഡിലോട്ടെത്തും. ഇവിടെ ഇപ്പം ഞാൻ സെൻഡ് ഇമെയിൽ ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാസ്വേഡ് കൊടുത്ത് കൺഫേം പാസ്വേഡും കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു പാസ്വേഡ് നമ്മൾ ആ ഒരു യൂസറിന് പറഞ്ഞു കൊടുക്കണം. അടുത്തതെന്ന് പറയുന്നത് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക. റെസ്പോൺസിബിലിറ്റി അസൈൻമെൻറ്റ് ഇത് ഒരു പുതുതായിട്ട് വന്ന ഫീച്ചറാണ്. നമ്മൾ ഡയറക്റ്റ് നേരത്തെ റോൾ കൊടുക്കുന്ന പോലെ ഉള്ള ഒരു ഫീച്ചറാണ് റെസ്പോൺസിബിലിറ്റി അസൈൻമെൻറ്റ്. രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. റെസ്പോൺസിബിലിറ്റി, ഡെസിഗ്നേഷൻ. ഇവിടെ റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് കൊടുക്കാം. ഡെസിഗ്നേഷൻ നോക്കുകയാണെങ്കിൽ മെമ്പർ കൊടുക്കാം. ഈ ഒരു റെസ്പോൺസിബിലിറ്റി അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ടൈപ്പൊക്കെ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡോക്ടറാണെങ്കിൽ ഡോക്ടറായിരിക്കും അവിടുത്തെ റെസ്പോൺസിബിലിറ്റി, നേഴ്സാണെങ്കിൽ നേഴ്സായിരിക്കും. ഇവിടെ ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അതുപോലെ ഡെസിഗ്നേഷനിൽ 3 റോളാണ് വരുന്നത്: മെമ്പർ, മാനേജർ, അഡ്മിൻ. മെമ്പർ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് എ മെമ്പർ ആയിരിക്കും. ഇപ്പം ഫിസിയോതെറാപ്പിസ്റ്റ്, വോളണ്ടിയർ അവരൊക്കെ മെമ്പേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേഴ്സിന് വോളണ്ടിയറിനെയൊക്കെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ വോളണ്ടിയറിന് പക്ഷേ വേറെ ഒരു ക്രിയേഷൻ്റെ ആവശ്യമില്ല, യൂസർ ക്രിയേഷൻ്റെ ആവശ്യമില്ല. യൂസർ ക്രിയേഷൻ ആവശ്യമില്ലാത്തവർ നമ്മൾ മെമ്പർ എന്നുള്ള ഒരു പ്രൊവിഷനാണ് കൊടുക്കുന്നത്. മാനേജർ പ്രൊവിഷൻ എന്ന് പറയുമ്പം മാനേജറിന് താഴോട്ടുള്ള ആൾക്കാരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നേഴ്സിന് വോളണ്ടിയറിനെ ആഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നേഴ്സ് ഒരു മാനേജറായിരിക്കും. അതുപോലെ അഡ്മിൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിന് സെയിം ലെവൽ അഡ്മിൻ പ്രൊവിഷൻ ഉള്ള ഒരാളെയും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ്. ഇപ്പോൾ അഥവാ ഒന്ന് ഇമാജിൻ ചെയ്യൂ, ഒരു ഡോക്ടറിന് നമ്മൾ അഡ്മിൻ പ്രൊവിഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡോക്ടറിന് വേറൊരു ഡോക്ടറിനെയും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മാനേജർ പ്രൊവിഷൻ ആണെങ്കിൽ ഡോക്ടറിനെ ആഡ് ചെയ്യാൻ പറ്റില്ല, അതിന് താഴോട്ടുള്ള ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഡെസിഗ്നേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ടും മെമ്പർ ഡെസിഗ്നേഷനായിട്ടുമാണ് കൊടുക്കുന്നത്. ഈ ഒരു റെസ്പോൺസിബിലിറ്റി അസൈൻമെൻറ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്രിയേഷനകത്തുള്ളത് ലൊക്കേഷൻ കൊടുക്കുകയാണ്. ലൊക്കേഷൻ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, ഇവിടെയുള്ള ലോക്കൽ ബോഡി ഏതാണെന്ന് നോക്കുക. ലോക്കൽ ബോഡിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് കൊടുക്കുക, ഗ്രാമപഞ്ചായത്ത് കൊടുക്കുക, വാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് യൂസർ കൊടുക്കാവുന്നതാണ്. ക്രിയേറ്റ് യൂസർ കൊടുത്തു കഴിയുമ്പം യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു യൂസറിനെ ഇനി നമ്മൾ നമ്മുടെ ഫെസിലിറ്റിയിലോട്ട് ആഡ് ചെയ്യണം. പിന്നെ ഈ ഒരു പേജിൽ സെലക്ട് റോൾ കൊടുക്കുക. സെലക്ട് റോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ടു ഓർഗനൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടീമിലോട്ട് ഫിസിയോതെറാപ്പി ടീമിൽ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആഡ് ആയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നമ്മുടെ കെയറിലോട്ട് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ യൂസർ ക്രിയേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.